मेरे प्यारे बच्चों साइलम ऑनलाइन हिंदी क्लास में आप सबका स्वागत करता हूँ। बच्चों आप ठीक है ना? എന്റെ എല്ലാ കുഞ്ഞു മക്കളും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയല്ലേ? നമ്മുടെ പബ്ലിക് എക്സാം ഇങ്ങ് അടുത്തെത്തി. റെഡി അല്ലേ മക്കളെ? യെസ്, നമുക്ക് എന്ത് ചെയ്യാം, പ്രധാനപ്പെട്ട ഒരു പാഠഭാഗം നോക്കിയാലോ? ഹാ അച്ഛാ ബച്ചോ ദേഖിയേ കവി കാ സപ്ന. എന്താണ് മക്കളെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ? എന്താ സപ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹാ സ്വപ്നം അല്ലേ? സ്വപ്നം. എന്റെ എല്ലാ മക്കളും സ്വപ്നം കാണുന്നവരല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് പറയും? മാഷേ ഞാൻ ഇന്നലെ കൂടി സ്വപ്നം കണ്ടിട്ടുള്ളൂ അല്ലെ. നല്ല സ്വപ്നം അല്ലെ, IAS ആകുന്നതും നല്ല ടീച്ചർ ആവുന്നതും അല്ലെ, നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആവുന്നതും ഒക്കെ എന്റെ മക്കൾ സ്വപ്നം കാണാറില്ലേ? യെസ് യെസ് യെസ്, നല്ല നല്ല സ്വപ്നങ്ങൾ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്രദമായ സ്വപ്നങ്ങൾക്ക് വേണ്ടി എന്റെ മക്കൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. റെഡിയല്ലേ മക്കളെ? യെസ്. എന്നാൽ ഇവിടെ എന്താ നമ്മുടെ പാഠഭാഗത്തിൽ പറയുന്നത്? കവി കാ സ്വപ്ന, കവിയുടെ സ്വപ്നം എന്നുള്ളതാ അല്ലെ. സ്വന്തം സ്വപ്നത്തെ കുറിച്ച് കവി എന്ത് ചെയ്യാണ്? ഇവിടെ പറയുകയാണ് അല്ലെ. അപ്പൊ കവി പറയുന്ന സ്വപ്നത്തെ കുറിച്ച് നമുക്ക് പഠിച്ചാലോ? നമ്മുടെ പാഠഭാഗം നമുക്ക് പഠിച്ചു നോക്കിയാലോ മക്കളെ? അച്ഛാ ബച്ചോ ദേഖിയേ. യെസ്, കവി കാ സപ്ന എന്നുള്ള പാഠഭാഗത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന്റെ മക്കൾ ശ്രദ്ധയോടുകൂടി നോക്കുക. മൻ കർത്താ ഹേ പേട് ബൻകർ, മൻ കർത്താ ഹേ. മൻ എന്ന് പറഞ്ഞാൽ ദിൽ അല്ലെ. ദിൽ, മൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? മനസ്സ്. മൻ കർത്താ ഹേ. യെസ്, മനസ്സ് അല്ലെ. മനസ്സ് എന്ത് ചെയ്യുന്നു? കർത്താ ഹേ, ആഗ്രഹിക്കുന്നു. മനസ്സ് എന്ത് ചെയ്യുന്നു മക്കളെ? ആഗ്രഹിക്കുന്നു അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? സ്കൂളിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോ ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ് അല്ലെ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു 5 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ ഒരു ഐസ്ക്രീം വാങ്ങും അല്ലെ, അല്ലെങ്കിൽ ഒരു സിപ്പപ്പ് വാങ്ങും, 2 രൂപന്റെ സിപ്പപ്പ് ഒക്കെ എന്ത് ചെയ്യും? അപ്പൊ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിനെ അക്സെപ്റ്റ് ചെയ്യും. പക്ഷെ എന്റെ മക്കൾക്ക് ഭാവിയിൽ ഉയരാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ ആര് ബിൽഡപ്പ് ചെയ്തെടുക്കണം? എന്റെ കുഞ്ഞുമക്കൾ ഇപ്പോൾ തന്നെ ഈ 5ാം തരത്തിൽ നിന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ബിൽഡപ്പ് ചെയ്യണം. യെസ്, നമുക്ക് എന്ത് ചെയ്യും? പബ്ലിക് പരീക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഠിക്കുന്നത്. റെഡിയല്ലേ? അപ്പൊ നിങ്ങൾ ഇപ്പോൾ തന്നെ പബ്ലിക് പരീക്ഷയ്ക്ക് വേണ്ടി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഈ സൈലം ഹിന്ദി ക്ലാസ്സിലൊക്കെ കാണാൻ വരുന്നത്. റെഡിയല്ലേ? അത് നിങ്ങൾ എന്റെ മക്കൾ അത്തരത്തിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മനസ്സിലാക്കിയാൽ മതി. റെഡിയല്ലേ? യെസ്, ഇനി നമുക്ക് നോക്കാം. മനസ്സ് ആഗ്രഹിക്കുകയാണ്. എന്താണ്? പേട് ബൻകർ. പേട് എന്തൊക്കെയാ മന? പേട് മരം അല്ലെ. മരം, മരമായി ബൻകർ ആയി തീർന്ന് അല്ലെ, ഉണ്ടാക്കിയിട്ട് എന്നൊക്കെ പറയും. അപ്പൊ മരമായി തീർന്നു കൊണ്ട് എന്ത് ചെയ്യണം? സബ്കോ ശീതൾ ഛായാധൂ. എന്താ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ? എല്ലാവർക്കും. സബ്കോ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? എല്ലാവർക്കും എന്ത് ചെയ്യണം? ശീതൾ അല്ലെ. ശീതൾ എന്ന് പറഞ്ഞാൽ തണുത്ത അല്ലെ. ശീതൾ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? തണുത്ത അല്ലെ. ഠണ്ട എന്നൊക്കെ നമ്മൾ പറയും. തണുത്ത. ഛായാതും തണലായി തീരാനും അല്ലെ. തണല്ലേ. ഛായ എന്ന് പറഞ്ഞാൽ തണലാണ്. റെഡിയല്ലേ? ഇനിയും കവി വീണ്ടും ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ വീണ്ടും സ്വപ്നം കാണുന്നത് എങ്ങനെയാണ്? മൻ കർത്താ ഹേ, മനസ്സ് ആഗ്രഹിക്കുന്നു. ബാദൽ ബൻകർ അല്ലെ. ബാദൽ എന്ന് പറഞ്ഞാൽ മേഘം അല്ലെ. ബൻകർ ആയി തീർന്ന് എന്ത് ചെയ്യണം? സബ്കോ സ്വച്ഛ് പാനി ധൂ. എന്താ അങ്ങനെ പറഞ്ഞാൽ? സ്വച്ഛ് പാനി അല്ലെ. സ്വച്ഛ് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ അല്ലെ. ശുദ്ധമായ അല്ലെ. ശുദ്ധമായ പാനി എന്ന് പറഞ്ഞാൽ വെള്ളം, അല്ലെങ്കിൽ ജലം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പറയാം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാണ്? മനസ്സ് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കവിയുടെ മനസ്സ് ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? ബാദൽ ബൻകർ, മേഘമായി തീർന്ന്. കവി ഒരു മേഘമായി തീർന്നുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാവർക്കും ശുദ്ധമായ ജലം കൊടുക്കാൻ വേണ്ടി കവിയുടെ മനസ്സ് മൻ കർത്താ ഹേ, മനസ്സ് ആഗ്രഹിക്കുകയാണ് നമ്മുടെ കവിയുടെ അല്ലെ. മേഘമായി തീർന്നുകൊണ്ട് എല്ലാവർക്കും ശുദ്ധമായ ജലം കൊടുക്കാൻ വേണ്ടി നമ്മുടെ കവി ആഗ്രഹിക്കുന്നു. മൻ കർത്താ ഹേ. വീണ്ടും എന്ത് ചെയ്യാണ്? മനസ്സ് ആഗ്രഹിക്കുകയാണ് നമ്മുടെ കവിയുടെ കവി കാ സ്വപ്ന, കവിയുടെ സ്വപ്നം. അപ്പൊ കവി വീണ്ടും കവിയുടെ മനസ്സ് ആഗ്രഹിക്കുകയാണ്. എന്താണ്? ദർപ്പൺ ബൻകർ അല്ലെ. കണ്ണാടിയായി തീർന്നു. ദർപ്പൺ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? യെസ്, കണ്ണാടി അല്ലെ. കണ്ണാടിയായി തീർന്നുകൊണ്ട് എന്താവാനാണ് ആഗ്രഹിക്കുന്നത്? സബ്സേ സബ് ദിൻ സച്ച് കഹൂ. കണ്ണാടിയായി തീർന്നുകൊണ്ട് കവി ആഗ്രഹിക്കുകയാണ് ഒരു കണ്ണാടിയായി തീരാൻ. എന്നിട്ട് കണ്ണാടിയായി തീർന്നുകൊണ്ട് കവിയുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താ? സബ്സേ, എല്ലാവരോടും. സബ് ദിൻ, എല്ലാ ദിവസവും, എല്ലാവരോടും അല്ലെ. എല്ലാവരോടും
എല്ലാവരോടും ആ സബ് ദിൻ ഹർ ദിൻ എന്നൊക്കെ നമുക്ക് പറയാം. എല്ലാവരോടും എല്ലാ ദിവസവും എല്ലാ ദിവസവും എന്താവണം? സച്ച് കഹോ. ആ സച്ച് എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾക്കറിയാം ആ സത്യമാണ്. സത്യം പറയാൻ ല്ലേ? സത്യം കഹോ പറയാൻ ല്ലേ? സത്യം പറയാൻ. അപ്പൊ കവി ഇവിടെ ഒരു കദർപ്പണല്ലേ, ഒരു കണ്ണാടിയായി തീർന്നുകൊണ്ട് എല്ലാവരോടും എല്ലാ ദിവസവും സത്യം പറയാൻ എന്ത് ചെയ്യുന്നു? മൻ കർത്താഹേ, മനസ്സ്, കവിയുടെ മനസ്സ് എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു. പിന്നെ നമ്മുടെ കവി ആഗ്രഹിക്കുകയാണ് വീണ്ടും. മൻ കർത്താഹേ ആഗ്രഹിക്കുന്നു. മുസ്കാൻ ബൻകർ, പുഞ്ചിരിയായി തീർന്ന്. മുസ്കാൻ അല്ലേ? നല്ല മനോഹരമായിട്ട് പുഞ്ചിരിക്കുക. എന്റെ മക്കളൊക്കെ എന്ത് ചെയ്യണം? ആ എല്ലാവരെയും കാണുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു പുഞ്ചിരി അല്ലേ? നമ്മുടെ അധ്യാപകൻ ക്ലാസ്സിലേക്ക് വരുമ്പോൾ, നമ്മൾ സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ അമ്മമാരെ കാണുമ്പോൾ ഒരു പുഞ്ചിരി അല്ലെ? അത്തരത്തിലൊരു പുഞ്ചിരിച്ചുകൊണ്ട് എന്റെ മക്കൾ എന്ത് ചെയ്യുക? എന്റെ മക്കൾ എന്ത് ചെയ്യുക? വളർന്നു വരിക. അപ്പൊ മുസ്കാൻ ബൻകർ, പുഞ്ചിരിയായി തീർന്ന് ല്ലേ? പുഞ്ചിരി ല്ലേ? പുഞ്ചിരിയായി തീർന്ന് ല്ലേ? പുഞ്ചിരിയായി തീർന്ന് എന്റെ മക്കളെ ഹർ ദിൻ, എല്ലാ ദിവസവും. സബ്സെ പ്യാർ കരൂ, എല്ലാ ദിവസവും. സബ്സെ നമ്മൾ പഠിച്ചു എല്ലാവരോടും. പ്യാർ കരൂ, സ്നേഹിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പുഞ്ചിരിയായി തീർന്നുകൊണ്ട് ല്ലേ? നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുഞ്ചിരിക്കുന്നതിലൂടെ അവിടെ ഒരു സ്നേഹബന്ധം പുറപ്പെട്ടു വരുന്നു ല്ലേ? അപ്പൊ അത്തരത്തിൽ പുഞ്ചിരിച്ചുകൊണ്ട്, പുഞ്ചിരിയായി തീർന്നുകൊണ്ട് എല്ലാ ദിവസവും എല്ലാരോടും എന്ത് ചെയ്യണം? എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയണം എന്ന് എന്ത് ചെയ്യുന്നു? മൻ കർത്താഹെ, മനസ്സാഗ്രഹിക്കുകയാണ്. എന്നിട്ടോ മൻ കർത്താഹെ വീണ്ടും നമ്മുടെ കവി എന്ത് പറയുന്നു? സദ് കർമ്മോം സേ ല്ലേ? സദ് കർമ്മോം സേ, നല്ല കർമ്മങ്ങൾ അല്ലെങ്കിൽ നല്ല കർമ്മങ്ങൾ അല്ലെങ്കിൽ നല്ല പ്രവർത്തനങ്ങൾ ല്ലേ? സദ് കർമ്മോം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല കർമ്മങ്ങളാൽ ല്ലേ? നല്ല കർമ്മങ്ങളാൽ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാൽ, നല്ല കർമ്മങ്ങളാൽ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാൽ ല്ലേ? പ്രവർത്തനങ്ങളാൽ ല്ലേ? നല്ല കർമ്മങ്ങളാൽ, നല്ല പ്രവർത്തനങ്ങൾ എന്താ? നമുക്ക് സമൂഹത്തിന് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ല്ലേ? ചീത്ത പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ കവി ആഗ്രഹിക്കുക നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇസ് ധർത്തി പർ സ്വർഗ് രജൂം ല്ലേ? ഇസ് ധർത്തി എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾക്കറിയാം ഭൂമി ല്ലേ? ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമിയാണ്. സ്വർഗ് രജൂം ല്ലേ? സ്വർഗ് എന്ന് പറഞ്ഞാൽ സ്വർഗം ല്ലേ? രജൂം എന്താ പറഞ്ഞ കവി നല്ല പ്രവർത്തനങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ ല്ലേ? കവി നല്ല പ്രവർത്തനങ്ങളാൽ എന്ത് ആക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു? ഭൂമിയെ സ്വർഗമാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. നല്ല നല്ല പ്രവർത്തനങ്ങളാൽ, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഈ ഭൂമിയെ ഒരു സ്വർഗമാക്കി മാറ്റാൻ നമ്മുടെ കവിയുടെ മൻ കർത്താഹെ, മനസ്സ് ആഗ്രഹിക്കുകയാണ്. എന്ത് മനോഹരമായിട്ടുള്ള കവിത അല്ലെ? ഇതിന്റെ അർത്ഥം അത്രയും കവിയുടെ മനസ്സിൽ നിന്ന് വന്ന വളരെ മനോഹരമായിട്ടുള്ള കവി കാ സപ്ന എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗമാണ് മക്കളെ നമ്മൾ എന്ത് ചെയ്തത്? ഇന്ന് ചർച്ച ചെയ്തത്. അപ്പൊ ഈ കവിയുടെ പാഠഭാഗം മനസ്സിലാക്കി എന്റെ മക്കളും നല്ല അടിപൊളിയായിട്ട് സമൂഹത്തിന് ഉപകാരപ്രദമായ ഇത്തരത്തിലുള്ള ചിന്തകൾ ഉടലെടുത്തുകൊണ്ട് നാളേക്ക് വരദാനമാകുന്ന മക്കളാവട്ടെ എന്റെ എല്ലാ മക്കൾക്കും നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. സബ്കാ ബഹുത് ബഹുത് ശുക്രിയ. ബൈ.